എനിക്ക് വയ്യ. അവളുടെ നീണ്ട വരകൾ വീണ് ചുളുങ്ങിയ മാറിടങ്ങളിൽ മുഖം അമർത്തിവെച്ച് അവൻ ആർത്തലച്ചു കരഞ്ഞു. അവൾ മിഴിഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കി. എന്തുപറ്റി? ഈ ലോകത്തെ സ്ത്രീകളെല്ലാം ചതിയുടെ ആൾരൂപങ്ങളാണ്. അവൻ കിതപ്പോടെ എണീറ്റിരുന്ന് ഒരു സിഗരറ്റിന് തീ കൊളുത്തി. അവളൊന്നും മനസ്സിലാവാതെ വീണ്ടും അവനെ തന്നെ നോക്കി. നിങ്ങൾക്കറിയാമോ, ഞാൻ ഇന്ന് വരെയും ആരെയും ചതിച്ചിട്ടില്ല. അവൻ പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി വെറുതെ ചിരിച്ചു. ആത്മാർത്ഥമായി സ്നേഹിച്ച പെണ്ണിനൊപ്പം മറ്റൊരുത്തൻ കിടക്ക പങ്കിടുന്നത് കാണേണ്ടി വന്ന ഒരുവൻ്റെ വേദനയുടെ ആഴമെത്രയെന്ന് നിങ്ങൾക്ക് അളക്കുവാൻ കഴിയുമോ? ഇന്നലെ വരെ ഞാൻ നിൻ്റേതെന്ന് മാത്രമെന്ന് പറഞ്ഞ് നെഞ്ചിൽ കിടന്ന് കുറുകിയവൾ ഇന്ന് മറ്റൊരുത്തൻ്റെ കൈക്കരുത്തിൽ കിടന്ന് പൊളയുന്നതോർത്ത് നീറുന്ന ഒരു പുരുഷൻ്റെ മാനസികാവസ്ഥ എത്രയ്ക്ക് ദയനീയമാണെന്ന് നിങ്ങൾക്കൊന്ന് വെറുതെ ഊഹിക്കാൻ സാധിക്കുമോ? വെറുതെ അവളുടെ ചുണ്ടിൻ്റെ കോണിലൊരു വരണ്ട ചിരി വിരിഞ്ഞു. എങ്ങനെ മനസ്സിലാവാനാണ്? ജീവിതത്തിലെ ഓരോ രാത്രികളും ഓരോ പുരുഷന് കാഴ്ചവെക്കുന്ന നിങ്ങൾക്ക് ഒരിക്കലും അത് മനസ്സിലാവില്ല. അവൻ നിറഞ്ഞ മിഴികൾ തുടച്ചുകൊണ്ട് ജനാലയ്ക്കരികിൽ പോയി നിന്ന് നഗരത്തിൻ്റെ ഇരുളിലേക്ക് തുറിച്ചു നോക്കി. ഏതാനും മണിക്കൂറുകൾ കൂടി കഴിഞ്ഞാൽ ഈ ലോകത്തോട് ഞാൻ വിട പറയും. അതിനു മുൻപായി ആദ്യമായും അവസാനമായും ഒരു പെണ്ണിനെ അറിയണമെന്ന് തോന്നി. അതിനുവേണ്ടിയാണ് നിങ്ങളെയും കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. അവൻ പിറുപിറുത്തു. നീ എന്തിനാണ് മരിക്കുന്നത്? അവളുടെ ചുണ്ടൊന്നനങ്ങി. അവൻ അവളെയൊന്ന് തുറിച്ചു നോക്കി. ഞാൻ പിന്നെന്തു വേണം? എന്നെ ചതിച്ചു വഞ്ചിച്ച അവളുടെ ഓർമ്മകളിൽ വെന്തുനീറി ജീവിക്കണോ? പറ. അവൻ ഭ്രാന്തമായി അവളുടെ നഗ്നമായ ചുമലിൽ പിടിച്ചു കുലുക്കി. പ്രണയത്തകർച്ചയേക്കാൾ വലിയൊരു വേദന വേറെയില്ല. അതിൻ്റെ ഓർമ്മകൾ എപ്പോഴും ഹൃദയത്തെ കീറി മുറിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾക്കത് ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കില്ല. കാരണം നിങ്ങളെ ആരും പ്രണയിച്ചിരിക്കില്ല. നിങ്ങളും പ്രണയമെന്തെന്ന് തിരിച്ചറിയാൻ പ്രണയിക്കണമെന്നുണ്ടോ? അവൾ ചിരിയോടെ ചോദിച്ചു. നിങ്ങൾ പൊയ്ക്കോളൂ, എനിക്കൊന്ന് ഉറങ്ങണം. അവൻ അസ്വസ്ഥതയോടെ തലചൊറിഞ്ഞു. അവളൊരു ദീർഘനിശ്വാസത്തോടെ മുഷിഞ്ഞു നരച്ച തൻ്റെ സാരി വാരിച്ചുറ്റി. കയ്യിലെ ബാഗ് തുറന്ന് വില കുറഞ്ഞൊരു പൗഡർ എടുത്ത് വിയർപ്പ് പൊടിഞ്ഞ നെറ്റിയിലും കഴുത്തിലും അമർത്തി തടവി. വാടിയ കുത്തുന്ന മണമുള്ള പിച്ചിപ്പൂക്കൾ വീണ്ടും മുടിക്കെട്ടിൽ തിരുകി. അവൻ തന്ന 500-ൻ്റെ 3 നോട്ടുകൾ ബാഗിൽ തന്നെയുണ്ടെന്ന് ഉറപ്പുവരുത്തി. ഞാൻ പോവട്ടെ? അവൻ വല്ലായ്മയോടെ മൂളി. നിങ്ങളുടെ സമയം നഷ്ടപ്പെടുത്തിയതിൽ ക്ഷമിക്കണം. സാരമില്ല. അവൾ പുഞ്ചിരിയോടെ വാതിൽപ്പടി കടന്നു. പിന്നെ നിന്നു. ഞാനൊന്ന് ചുംബിച്ചോട്ടെ നിന്നെ? അവൾ അവൻ്റെ അരികിലെത്തി മുടിയിലൊന്ന് തഴുകി. മറുപടി മൗനമായിരുന്നു. അവൾ അവൻ്റെ കവിളുകളിൽ 2 കൈയും അമർത്തി വെച്ചു. നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. അവൻ്റെ കണ്ണുകളിൽ സങ്കടം ഉറപൊട്ടി. എന്തിനെന്നറിയാതെ അവൻ വീണ്ടും വിതുമ്പി. നീ മരിക്കുമെന്ന് തീർച്ചയാണോ? അതെ. എങ്കിൽ മരണത്തെ പുൽകുന്നതിനു മുൻപുള്ള ഏതാനും നാഴികകൾ നീ എനിക്കൊപ്പം പങ്കിടുമോ? അത് പങ്കിട്ടു കഴിഞ്ഞില്ലേ? ഇങ്ങനെ ഈ 4 ചുമരിൻ്റെ ഉള്ളിലല്ല, പുറത്ത്. മതിലുകളും ചുമരുകളുമില്ലാത്ത പുറത്ത്. ഇരുട്ടിലൂടെ അലസമായി നടക്കുമ്പോൾ അവൾ വെറുതെ അവൻ്റെ വിരലുകൾ കോർത്തു പിടിച്ചിരുന്നു. ഈ യാത്ര എവിടെ അവസാനിക്കും? അവൻ അവളെ നോക്കി. എൻ്റെ വീട് വരെ. അവൾ കുസൃതിയോടെ അവനെ നോക്കി കണ്ണു ചിമ്മി. കുറച്ചു ദൂരം പിന്നിട്ടതും നായകളുടെ കലപില ശബ്ദം കേട്ടതും അവനൊന്ന് അവളുടെ കയ്യിൽ മുറുക്കി പിടിച്ചു. ഭയം അലതല്ലുന്ന അവളുടെ കണ്ണുകൾ കാണവേ അവന് തൻ്റെ പ്രണയിനിയെ ഓർമ്മ വന്നു. വളരെ സൂക്ഷിച്ചു മുന്നോട്ട് നടന്ന അവർക്ക് മുൻപിലേക്ക് പെട്ടെന്നൊരു നായ ഓടി വന്നു. അതിൻ്റെ വായിൽ പാതി കടിച്ചൊരു റൊട്ടിക്കഷ്ണമുണ്ടായിരുന്നു. അവരെ നോക്കി നായയൊന്ന് മുരണ്ടു. പെട്ടെന്ന് ഇരുളിൽ നിന്നും ഒരു കറുത്ത രൂപം ആ നായയുടെ മുകളിലേക്ക് ചാടി വീണു. അതിൻ്റെ വായിൽ നിന്നും ആ റൊട്ടിക്കഷ്ണം വലിച്ചെടുത്ത് അതിനെ ആട്ടിയോടിച്ചു. പകച്ചു നിന്ന അവളെയും അവനെയും നോക്കി എന്തോ പിറുപിറുത്തുകൊണ്ട് ആ രൂപം ഇരുളിലേക്ക് ഓടിമറഞ്ഞു. തരിച്ചു നിൽക്കുന്ന അവൻ്റെ കയ്യും പിടിച്ച് അവൾ പിന്നെയും മുന്നോട്ട് നടന്നു. ദുർഗന്ധം വമിക്കുന്ന ഒരു ഓടയുടെ അരികിലെത്തിയതും അവന് മനം പുരട്ടി. പുറം കൈയാൽ മുഖം പൊത്തവേ എവിടെ നിന്നോ അവനൊരു താരാട്ട് കേട്ടു. അവൻ ആകാംക്ഷയോടെ ചുറ്റും നോക്കി. രാവിൻ്റെ ഇരുളിൽ, ഈ രാത്രിയുടെ നിശബ്ദതയിൽ ആരാണിത്ര മനോഹരമായി പാടുന്നത്? അവൻ കാതോർത്തു. തെരുവു പട്ടികൾ അലഞ്ഞു നടക്കുന്ന ആ പുറമ്പോക്കിൽ വലിച്ചു കെട്ടിയ ഒരു സാരിയുടെ മറവിലിരുന്ന് ഒരു നാടോടി സ്ത്രീ അവരുടെ കൈക്കുഞ്ഞിനെ താലോലിക്കുന്നു. അവൻ്റെ ഉള്ളിൽ ഒരു നോവുണർന്നു. അവളും അവനും പിന്നെയും നടന്നു. വഴിവിളക്കുകൾ കുമിഞ്ഞു കത്തുന്ന ഇരുണ്ട വഴികളിലൂടെ അവൾക്കൊപ്പം മുന്നോട്ട് നടക്കവേ അവൻ വീണ്ടും പലതും കണ്ടു. കാലില്ലാത്ത വൃദ്ധനും
അയാളുടെ കയ്യിലെ ചങ്ങലയിൽ കുരുങ്ങിക്കിടക്കുന്ന വാനരനും തെരുവു പട്ടികൾക്കൊപ്പം അന്തിയുറങ്ങുന്ന പിഞ്ചു ബാല്യങ്ങളും മാലിന്യ കൂമ്പാരത്തിൽ നിന്നും ആരോ കടിച്ചു വലിച്ചതിൽ ബാക്കിയായ ഒരു ഇറച്ചിത്തുണ്ട് ആർത്തിയോടെ തിന്നുന്ന വൃദ്ധയും അവൻ്റെ മനസ്സിൽ പലവിധ വികാരങ്ങൾ നിറച്ചു. ദാ എൻ്റെ വീടെത്തി. അവൾ അവൻ്റെ കയ്യിൽ നിന്നും അവളുടെ കൈ തിരിച്ചെടുത്തു. നഗരത്തിൻ്റെ ആഡംബരങ്ങൾക്ക് നടുവിലും വേറിട്ടു നിൽക്കുന്ന പൊട്ടി വിണ്ടടർന്ന ആ ചെറിയ വീട്ടിലേക്ക് എന്തോ അവൾ അവനെ വിളിച്ചില്ല. ഒരുപക്ഷെ അകത്ത് തന്നെയും കാത്തിരിക്കുന്ന കൂനനും വൃദ്ധനുമായ ഭർത്താവിനെയും ഇനിയും ബുദ്ധിയുറയ്ക്കാത്ത 5 വയസ്സുകാരിയെയും അവൻ കാണരുതെന്ന് അവൾ കരുതിയിരിക്കാം. ഞാൻ പോവുന്നു. അവൻ അവളെ നോക്കി. എങ്ങോട്ടാണ്? വീട്ടിലേക്ക്. അവിടെ എനിക്കെൻ്റെ അമ്മയുണ്ട്, അച്ഛനുണ്ട്, കൂടപ്പിറപ്പുണ്ട്, വയറ് നിറയെ കഴിക്കാൻ ആഹാരമുണ്ട്, സമാധാനമായി ഉറങ്ങാൻ വീടുണ്ട്, മാന്യമായ ഒരു ജോലിയുണ്ട്, ആരോഗ്യമുള്ളൊരു ശരീരമുണ്ട്. ഞാൻ പോവുന്നു. അപ്പോൾ ആത്മഹത്യ? അവനൊന്ന് മനോഹരമായി പുഞ്ചിരിച്ചു. പിന്നെ പറഞ്ഞു, ഈ ലോകത്ത് പ്രണയ തകർച്ചയേക്കാൾ വേദന നിറഞ്ഞ പലതുമുണ്ട്. ഈ രാത്രി എനിക്കത് കാണിച്ചു തന്നു. അവൾ ചിരിയോടെ തലയാട്ടി. നിങ്ങളെ മറക്കാതിരിക്കാൻ ഞാൻ ശ്രമിക്കും. അവൻ അവൾക്ക് നേരെ കൈവീശി. നിന്നെ മറക്കാതിരിക്കാൻ ഞാനും. അവൾ നിറഞ്ഞു ചിരിച്ചു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.